മദ്രസകൾക്കെതിരായ നടപടികൾ ശക്തമാക്കിയിരിക്കുകയാണ് ഇപ്പോൾ ഉത്തരാഖണ്ഡ് സർക്കാർ. 170 മദ്രസകളാണ് സമീപ ദിവസങ്ങളിൽ സർക്കാർ അടച്ചുപൂട്ടി സീൽ ചെയ്തത്. അനധികൃതമായി അംഗീകാരമില്ലാതെ സർക്കാർ ഭൂമികളിൽ അതല്ലെങ്കിൽ സ്വകാര്യ സ്വത്തുക്കളൊക്കെ അപഹരിച്ച് അതിനകത്ത് ഇതുപോലെയുള്ള മതസ്ഥാപനങ്ങൾ കെട്ടിപ്പടുത്തു കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും ആർക്കും എതിരഭിപ്രായം ഉന്നയിക്കാനോ പരാതി കൊടുക്കാനോ തിരിച്ചു പിടിക്കാനോ സാധിക്കില്ല എന്നവർ മനസ്സിലാക്കി. കാലാകാലങ്ങളായി ഈ രൂപത്തിൽ കൊള്ളയടിക്കപ്പെട്ട ഒരുപാട് ആളുകൾ ഇപ്പോഴിതാ പരാതിയുമായി രംഗത്ത് വരുന്നു. സാധാരണക്കാരന്റെ സമ്പത്ത് തട്ടിയെടുത്തിട്ടും കൊള്ളയടിച്ചിട്ടും പൊതുമുതലുകൾ അടക്കി ഭരിച്ചിട്ടുമായിരിക്കരുത് മതസ്ഥാപനങ്ങൾ അഥവാ നമസ്കരിക്കാനോ മതം പഠിപ്പിക്കാനോ മതം പ്രചരിപ്പിക്കാനോ വേണ്ടിയുള്ള ആലയങ്ങളും കേന്ദ്രങ്ങളും കെട്ടിപ്പൊക്കേണ്ടത്. അധ്വാനിച്ചുണ്ടാക്കിയ പണം സ്വരൂപിച്ചിട്ടായിരുന്നു ഇതുവരെ ഇവർ ചെയ്തിരുന്നതെങ്കിൽ ഇതിനു മുമ്പും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ചില ഒറ്റപ്പെട്ട സംഭവങ്ങളും മനസ്സിലാക്കി തരുന്നത് ആരുടേതായാലും സാരമില്ല, നമുക്ക് ഈ ഭൂമി മുഴുവനും അള്ളാഹുവിൻ്റെ കാൽ കീഴിലാക്കണം എന്ന യാഥാർത്ഥ്യമാണ്. അതിനുവേണ്ടി മാത്രം പ്രയത്നിക്കുകയും പണിയെടുക്കുകയും ചെയ്യുന്ന, അതൊക്കെ പ്രയോഗതലത്തിൽ കൊണ്ടുവരികയും ചെയ്യുന്ന ചില ബോർഡുകളും നമ്മുടെ നാട്ടിൽ പ്രവർത്തിക്കുന്നുണ്ട്. സംസ്ഥാന വിദ്യാഭ്യാസ ബോർഡിന്റെയോ ഉത്തരാഖണ്ഡ് മദ്രസ ബോർഡിന്റെയോ അംഗീകാരമില്ലാതെ പ്രവർത്തിച്ച മദ്രസകളാണ് ഇപ്പോൾ അടച്ചുപൂട്ടിയത് എന്നാണ് സർക്കാർ വൃത്തങ്ങളുടെ വിശദീകരണം. ഇപ്പോൾ ഒരു ബിൽഡിംഗ് കെട്ടണമെങ്കിൽ അതിൻ്റെതായിട്ടുള്ള ഒരുപാട് നിയമാവലികളുണ്ട്. റോഡിൽ നിന്നും ഇത്ര സൈഡ് വിടണം, ഇനി ബാക്കിൽ റെയിൽവേ ആണെങ്കിൽ അതങ്ങനെ, പൊതുനിരത്താണെങ്കിൽ അങ്ങനെ, ഇനി അപ്പുറത്ത് വേറെ ഏതെങ്കിലും ഒരു പറമ്പുണ്ടെങ്കിൽ നമ്മുടെ വാർപ്പിന്റെ ഒരു അംശമെങ്കിലും അപ്പുറത്തോട്ട് പോകാൻ പാടുണ്ടോ, എത്ര മീറ്ററാണ് വിടേണ്ടത്, ഒരുപാട് നിയമാവലികളുണ്ട്. സാങ്ഷൻ എടുക്കേണ്ടതുണ്ട് പഞ്ചായത്ത്, കോർപ്പറേഷൻ, അതല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി. അങ്ങനെ ഇതൊന്നും പാലിക്കാതെ പെട്ടെന്ന് ഏതെങ്കിലും ഒരു ഭൂമി കരളായ ഒരു ഭൂമിയാണ്, ഭാവിയിൽ നല്ല രൂപത്തിൽ മതിപ്പ് വില കിട്ടുന്ന ഒരു ഭൂമിയാണ് എന്ന് കണ്ടു കഴിഞ്ഞാൽ 4 കമ്പ് അവിടെ കുത്തുന്നു. എന്നിട്ട് ആ പറമ്പിന്റെ വീട്ടുകാർ, ആ പറമ്പിന്റെ ആളുകളോട് കുട്ടികൾക്കൊന്ന് മദ്രസയിൽ 4 വിജ്ഞാനം പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് മതമല്ലേ ശരി, പ്രത്യേകിച്ച് താടിയുള്ള അപ്പൂപ്പനെ പേടിയുണ്ടാകുമല്ലോ. ഇവർ പ്രകോപനകാരികളാണ്, ഇവർ പ്രക്ഷോഭകാരികളാണ്, കലാപകാരികളാണ്, ഇവർക്കത് കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മുടെ തല ഇവരെടുക്കും. അതുകൊണ്ട് ഇവര് ശരിയെന്ന അങ്ങനെ അവർ 1 മാസം ആ 4 കമ്പും മുകളിൽ ഒരു ടാർപ്പാളിനും വലിച്ചു കെട്ടിയ രൂപത്തിൽ മുന്നോട്ട് പോകും. കുറച്ച് കഴിയുമ്പോൾ അവിടെ ചെറിയ രൂപത്തിൽ ആ കമ്പുകൾക്ക് പകരം 4 തൂണുകൾ പ്രത്യക്ഷപ്പെടും. അത് കഴിയുമ്പോൾ ചില ചുമരുകൾ പ്രത്യക്ഷപ്പെടും. അത് കഴിയുമ്പോൾ ഒരു വാർപ്പ് പ്രത്യക്ഷപ്പെടും. അത് കഴിയുമ്പോൾ AC ആയി, ടൈലായി, ശീതീകരിച്ച രൂപത്തിൽ മൾട്ടി ഫെസിലിറ്റീസ് ആയി, 5 നേരവും ബാങ്കോലി ഉയരുന്ന രൂപത്തിലായി. വെള്ളിയാഴ്ച ദിവസം നാടിന്റെ നാനാഭാഗത്തു നിന്നും ആളുകൾ ഒഴുകിയെത്തി തുടങ്ങുന്നു നമസ്കരിക്കുന്നതിന് വേണ്ടി. ഇതൊക്കെയാണ് ഇവരുടെ ലീലാവിലാസങ്ങൾ. സംസ്ഥാന വിദ്യാഭ്യാസ ബോർഡിന്റെയോ അതല്ലെങ്കിൽ ഉത്തരാഖണ്ഡ് മദ്രസ ബോർഡിന്റെയോ യാതൊരു അംഗീകാരമോ ഒന്നുമില്ല. അങ്ങനത്തെ ഒരു സാങ്ഷൻ പേപ്പർ പോലും ഇവരുടെ കയ്യിലില്ല. അങ്ങനെ ഇവർ മദ്രസകളിൽ മതം പഠിപ്പിച്ചു വരുന്നു. അവിടെ ക്രമേണ ബാങ്കുലികൾ ഉയരുന്നു. നമസ്കാരമായി, ജുമുഅയായി, കമ്മിറ്റിയായി. ഇങ്ങനെ വരുമ്പോൾ പിന്നീട് ഒരിക്കലും ആ ഭൂമിയുടെ യഥാർത്ഥ ഉടമയ്ക്ക് ആ ഭൂമി അവകാശപ്പെടാനോ തിരിച്ചു കിട്ടുകയോ ചെയ്യാത്ത ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഇങ്ങനെയാണ് വഖഫ് പിടിച്ചെടുത്ത ഭൂമികളിൽ വലിയ ഒരു വിഭാഗവും അവർ അധീനപ്പെടുത്തിയത്. എന്നാൽ മുസ്ലിം സ്ഥാപനങ്ങൾക്കെതിരെ ആസൂത്രിതമായ ആക്രമണമാണ് നടക്കുന്നത് എന്നാണ് ഇമാമുമാരും മദ്രസ ഭാരവാഹികളും പറയുന്നത്. ഇവരുടേതല്ലാത്ത ഭൂമി ഇവർ കൈയടക്കി വെച്ച് അനുഭവിച്ചാൽ അതിന്റെ യഥാർത്ഥ ഉടമ ഇന്നല്ലെങ്കിൽ നാളെ രംഗത്ത് വരാതിരിക്കില്ല. ശക്തമായ നിയമ സംവിധാനമുള്ള രാജ്യത്ത് അവർ നീതിക്ക് വേണ്ടി പോരാടാതിരിക്കില്ല. ഇപ്പോ ഹൽദ്വാനി ജില്ലയിലെ, ഉത്തരാഖണ്ഡ് തന്നെയാണ്, മുസ്ലിം ഭൂരിപക്ഷ മേഖലയായിട്ടുള്ള ബാൻഭൂൽ, ഈ ബാൻഭൂൽ പുരയിലാണ് ജില്ലാ ഭരണകൂടത്തിന്റെയും മുനിസിപ്പൽ കോർപ്പറേഷന്റെയും നേതൃത്വത്തിൽ ഞായറാഴ്ച പ്രത്യേക പരിശോധന നടത്തി സംഘം തിരിച്ചു പോയത്. മദ്രസകളുടെ രജിസ്ട്രേഷൻ അടക്കമുള്ള കാര്യങ്ങളാണ് സംഘം പരിശോധിച്ചത്. ഇതിൽ പല മദ്രസകൾക്കും രജിസ്ട്രേഷൻ ഇല്ല എന്ന് കണ്ടെത്തി. 7 മദ്രസകൾ സീൽ ചെയ്തെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു. നമ്മുടെ രാജ്യത്ത് ഒരു പെട്ടിക്കട തുടങ്ങണമെങ്കിൽ പോലും
വീട്ടിൽ ചെറിയ രൂപത്തിൽ ഒരു കുടിൽ വ്യവസായം തുടങ്ങണമെങ്കിൽ പോലും അതിൻ്റെതായിട്ടുള്ള നിയമാവലികളുണ്ട്. അതൊക്കെ അംഗീകരിച്ച് പോകണം. എല്ലാവരും രാജ്യത്തിന്റെ എല്ലാ നിയമങ്ങളും ശീലിക്കാനും പാലിക്കാനും ഫോളോ ചെയ്യാനും നിർബന്ധിതരാണ്. അതിൽ നിന്നും ഞങ്ങള് ബോർഡാണ്, ഞങ്ങൾക്ക് താടിയും തലപ്പാവും ഒക്കെ ഉണ്ട്, അതുകൊണ്ട് ഈ രാജ്യത്തിന്റെ നിയമവ്യവസ്ഥയൊന്നും ഞങ്ങൾ അംഗീകരിക്കില്ല എന്നൊന്നും പറഞ്ഞുകൊണ്ട് കൊമ്പുകുലുക്കി അങ്ങോട്ട് ചെല്ലാൻ പറ്റില്ല. മദ്രസകളെ കുറിച്ച് അന്വേഷിക്കുന്നതിന് വേണ്ടി സംസ്ഥാന സർക്കാർ പ്രത്യേക സർവേ സംഘത്തെയാണ് നിയോഗിച്ചത്. അവരുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ജില്ലാ ഭരണകൂടം ശക്തമായ നിയമ നടപടികൾ സ്വീകരിച്ചത് എന്ന് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമിയുടെ ഓഫീസിൽ നിന്നും പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നുണ്ട്. ഇപ്പോ ഹരിദ്വാർ, ഉദ്ധം സിംഗ് നഗർ, അതുപോലെ ഡെറാഡൂൺ, ഭൻഭൂൽപുര തുടങ്ങിയ മേഖലകളിൽ നിരവധി മദ്രസകൾ അടച്ചുപൂട്ടിയിട്ടുണ്ട്. മറ്റു മദ്രസകൾക്കെതിരെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. വിദ്യാഭ്യാസത്തിന്റെ പേരിൽ, മതവിജ്ഞാനത്തിന്റെ പേരിൽ, മത ആലയങ്ങളുടെ പേരിൽ കുട്ടികളെ മൗലികവാദ ചിന്തകളിലേക്ക് നയിക്കുന്ന സ്ഥാപനങ്ങൾ സംസ്ഥാനത്ത് അനുവദിക്കില്ല എന്നും മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി പറഞ്ഞിട്ടുണ്ട്. മദ്രസകൾ അടച്ചുപൂട്ടിയത് ചരിത്രപരമായ ചുവടുവയ്പ്പാണ് എന്നാണ് മുഖ്യമന്ത്രി പ്രതികരിച്ചത്. നിലവിൽ 500 മദ്രസകളാണ് സംസ്ഥാനത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ പലതും അടച്ചുപൂട്ടൽ ഭീഷണി നേരിടുന്നുണ്ട്. ഇപ്പോൾ അടച്ചുപൂട്ടപ്പെട്ട മദ്രസകളിൽ പലതും പതിറ്റാണ്ടുകളായി സംസ്ഥാനത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ പറഞ്ഞ ഇതേ രീതിയിൽ തന്നെ അവർക്ക് എന്തെങ്കിലും തരത്തിലൊരു പേപ്പറുകളില്ല, നികുതി അടയ്ക്കുന്നത് അവരല്ല, അവര് കെട്ടിടമുണ്ടാക്കിയത് ഏതെങ്കിലും രൂപത്തിൽ സർക്കാർ സംവിധാനങ്ങളുടെ നിയമങ്ങൾ അംഗീകരിച്ചിട്ടല്ല. അനധികൃതമായി ഒരു ഭൂമി ഇവർ കൈയടക്കിയെടുക്കുന്നു. പിന്നീട് അത് മറ്റാരും പിടിച്ചെടുക്കാതിരിക്കണമെങ്കിൽ, അതിന്റെ യഥാർത്ഥ ഉടമ പരാതിയുമായി രംഗത്ത് വരാതിരിക്കണമെങ്കിൽ അവിടെ ഒരു മതസ്ഥാപനം തന്നെ കെട്ടിപ്പോക്കണം. ഇതാണ് കാലാകാലങ്ങളായി ഇവർ സ്വീകരിച്ചിരിക്കുന്ന നയവും നിലപാടും. പക്ഷെ ഇനി അതങ്ങോട്ട് നടപ്പില്ല. യോഗി ആദിത്യനാഥിനെ പോലെ പുഷ്കർ സിംഗ് ധാമി കൃത്യമായ രൂപത്തിൽ ചുവടുകൾ ഉറപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന രാജ്യത്തെ നിയമം എല്ലാവരും ഒരേപോലെ പാലിക്കണം എന്ന നിർബന്ധവും നിഷ്കർഷിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തി കൂടിയാണ് പുഷ്കർ സിംഗ് ധാമി. അതുകൊണ്ട് അനധികൃതമായി കെട്ടിപ്പൊക്കിയതെല്ലാം പൊളിച്ചു മാറ്റും എന്ന് മാത്രമല്ല, അത്തരം സ്ഥാപനങ്ങൾ ഇവിടെ പറ്റില്ല. അത് അമ്പലമാകട്ടെ, ചർച്ചാകട്ടെ, മദ്രസകളാകട്ടെ, രാജ്യത്തിന്റെ നീതിന്യായ സംവിധാനങ്ങളോട് യാതൊരു വിധത്തിലും നീതി പുലർത്താത്ത ആ നിയമ സംവിധാനങ്ങളോടൊക്കെ വിമുഖത പുലർത്തി ഈ രാജ്യം മുഴുവനും, ലോകം മുഴുവനും ഇസ്ലാമിന്റെ കൽക്കീഴിൽ കൊണ്ടുവരണം എന്നാഗ്രഹിക്കുന്ന ഒരു വിഭാഗത്തെ ഇനിയും നമ്മുടെ നാടിന് ആവശ്യമില്ല എന്ന് മാത്രമല്ല, ഈ കൊള്ള സംഘത്തിന്റെ യഥാർത്ഥ സ്വഭാവം എന്താണെന്നും ഇവരുടെ ഈ കൊള്ളയടിയുടെ രീതി എന്താണെന്നും ഇവരുടെ പകൽ മതേതരത്വവും രാത്രിയുള്ള മതമൗലികവാദ ചിന്തകളും എന്താണെന്നും തുറന്നു കാണിക്കേണ്ടത് നാട്ടിലെ ഓരോ ജനാധിപത്യ പൗരന്മാരുടെയും ബാധ്യതയാണ്. അത് തന്നെയാണ് പുഷ്കർ സിംഗ് ധാമി ഇപ്പോൾ തെളിയിച്ചുകൊണ്ടിരിക്കുന്നത്. നന്ദി.